ഫുഡ് ആൻഡ് ക്രാഫ്റ്റിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ക്രാഫ്റ്റ് ഐഡിയ ആയിട്ടാണ്. അപ്പോൾ നമ്മളിന്ന് ന്യൂസ് പേപ്പറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ന്യൂസ് പേപ്പർ വെച്ചിട്ട് സിമ്പിളായിട്ടുള്ളത് ചെയ്യാനൊക്കെ എനിക്ക് എപ്പോഴും റിക്വസ്റ്റ് വരുന്നതാണ്. ന്യൂസ് പേപ്പർ പിന്നെ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്ന ഈ ഒരു ഐഡിയയ്ക്ക് ബ്ലാക്ക് കളർ വേണം, പിന്നെ ന്യൂസ് പേപ്പറും വേണം. അപ്പോൾ ബ്ലാക്ക് കളറിന് പകരം നിങ്ങൾക്ക് മാർക്കർ പെന്നോ സ്കെച്ച് പെന്നോ വാട്ടർ കളറോ അങ്ങനെ എന്തായാലും മതി. അക്രിലിക് പെയിൻറ്റ് തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണൂ, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയൂ. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഐഡിയ കണ്ടിട്ട് വരാം. ഈ ഒരു ഐഡിയയ്ക്ക് വേണ്ടിയിട്ട് ഇതുപോലൊരു ന്യൂസ് പേപ്പർ വേണം, പിന്നെ ഒരു റെക്റ്റാങ്കിൾ പീസ് കാർഡ്ബോർഡും വേണം കേട്ടോ. അപ്പോൾ ഒരു കാർഡ്ബോർഡ് പെട്ടിയിൽ നിന്നൊക്കെ ഒരു പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ വലിപ്പമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ന്യൂസ് പേപ്പറിൽ നിന്ന് കുഞ്ഞു കുഞ്ഞായിട്ട് ആ ഒരു ന്യൂസ് എഴുതിയിട്ടുള്ളതില്ലേ, ആ ഭാഗം മാത്രം കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ വലുതായിട്ട് ഹെഡിങ് ഒക്കെ ഉണ്ടാവില്ലേ, അതൊന്നും വേണ്ട. അതുപോലെ റെഡ് കളറ് അങ്ങനത്തെ ഒന്നും വേണ്ട, പിക്ചേഴ്സോ ഒന്നും വേണ്ട. അതൊന്നും ഇല്ലാണ്ട് ആ കുഞ്ഞു കുഞ്ഞു ലെറ്റേഴ്സ് മാത്രമുള്ള ഭാഗത്തുനിന്ന് കുറച്ച് പീസുകൾ കട്ട് ചെയ്തെടുക്കുക. അത് നമുക്ക് റൗണ്ടിൽ കട്ട് ചെയ്യണം. ആദ്യം നമ്മൾ റഫായിട്ട് ഇതുപോലെ ചതുരത്തിൽ കട്ട് ചെയ്തിട്ട് പിന്നെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്താൽ മതി കേട്ടോ. ഇനി ഞാൻ കുറച്ച് ഫെവിക്കോളും വെള്ളവും കൂടെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ ഫെവിക്കോളിന് 1 ടീസ്പൂൺ വെള്ളം എന്നുള്ളൊരു കണക്കിൽ കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ കാർഡ്ബോർഡിൻ്റെ പീസിലത് ഈ ഒരു പശ തേച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ നിരത്തി വയ്ക്കുക. ഒരെണ്ണത്തിൻ്റെ കുറച്ച് ഇങ്ങനെ മുകളിലേക്കായിട്ട് അടുത്തത് വയ്ക്കുക, ഒരു ഗ്യാപ്പില്ലാണ്ടേ. എന്നിട്ട് നമ്മൾ ഫുള്ളും ഇത് കവർ ചെയ്തിട്ട് ഒട്ടിക്കണം കേട്ടോ. ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് നമുക്കിത് നല്ല ഭംഗിയിൽ കിട്ടും ലാസ്റ്റ്. ഇതപ്പോൾ ഇതുപോലെ ഒട്ടിച്ചിട്ട് എടുത്ത് വയ്ക്കാം കേട്ടോ, ഒന്ന് ഉണങ്ങട്ടെ. ഇനി നമുക്ക് കുറച്ച് പേപ്പർ സ്റ്റിക്ക് ഉണ്ടാക്കണം. ഒരു 8 എണ്ണം മതി. അപ്പോൾ അതിന് ന്യൂസ് പേപ്പറിൽ നിന്ന് തന്നെ ഇതുപോലെ കുറച്ച് ഇങ്ങനെ പീസുകൾ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ന്യൂസ് പേപ്പർ ഒന്ന് റോൾ ചെയ്യണം. അതിന് എന്തെങ്കിലും ഒരു സ്ക്വയർ പോലെ സംഭവങ്ങൾ, ഈർക്കിളിയോ എന്തെങ്കിലും എടുത്തിട്ട് ഉള്ളിൽ വെച്ചിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ആ കോർണറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക, ലാസ്റ്റ് ഗമ്മ് തേച്ചാൽ മതി. അപ്പോൾ ഇത് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു, എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ 8 എണ്ണം. അതിങ്ങനെ സൈഡിൽ വെച്ചിട്ടൊരു ഫ്രെയിം പോലെ ആക്കാനാണ്. അപ്പോൾ 2 എണ്ണം വീതം ഓരോ സൈഡിലും വെക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നമുക്ക് ഗമ്മ് തേച്ചിട്ടൊന്ന് ഒട്ടിക്കാം കേട്ടോ, ഒന്ന് സെറ്റ് ചെയ്യാം. ഞാനിത് ഇതുപോലത്തെ ഒരു രീതിയിലാണ് ഒട്ടിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ബ്ലാക്ക് മാർക്കർ വെച്ചിട്ട് ഇതുപോലെ ഒരു ട്രീൻ്റെ ഒരു സൈഡ് ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ബ്രാഞ്ചൊക്കെ ആയിട്ട് നമുക്ക് വരച്ചു കൊടുക്കാം. അറിയുന്ന പോലെ ഞാൻ വരയ്ക്കുന്നുണ്ട്, വലിയൊരു വരക്കാരിയൊന്നും അല്ല കേട്ടോ ഞാൻ. അപ്പോൾ എന്തായാലും എന്നേക്കാൾ നന്നായി വരയ്ക്കാൻ അറിയുന്നവരൊക്കെ ഉണ്ടാവും ഈ കൂട്ടത്തിൽ. അപ്പോൾ നിങ്ങളുടെ ഒരു ഐഡിയ അനുസരിച്ചിട്ട് വരയ്ക്കുക. ഇനി നമുക്ക് ഒന്നില്ലെങ്കിൽ സ്കെച്ച് പെന്നോ അല്ലെങ്കിൽ ഇതുപോലത്തെ കട്ടിയുള്ള മാർക്കർ ഉണ്ടെങ്കിൽ അതോ എന്തെങ്കിലും വെച്ചിട്ട് കളർ ചെയ്യുക. അപ്പോൾ വാട്ടർ കളറോ എന്താ ഉള്ളതെന്ന് വെച്ചാൽ ബ്ലാക്ക് കളർ കൊടുക്കുക കേട്ടോ. അത് വെച്ചിട്ട്
നമ്മൾ തിന്നായിട്ടുള്ള ബ്രഷ് എടുക്കുക കേട്ടോ, ഏറ്റവും ചെറുത്, എന്നാലും കറക്റ്റായിട്ട് ഇങ്ങനെ വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിങ്ങനെ ഇലകൾ കുറച്ചിങ്ങനെ വീഴുന്ന പോലെയും പിന്നെ താഴെ ഒരു ഗ്രാസ് എഫക്റ്റൊക്കെ വരച്ചു കൊടുക്കാം. പിന്നെ ആ ഒരു ഫ്രെയിമും കൂടെ ബ്ലാക്ക് കളർ ചെയ്യാം കേട്ടോ. അപ്പോൾ ദേ ഇത്രയും ചെയ്തപ്പോൾ നമ്മുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കണ്ടില്ലേ, ന്യൂസ് പേപ്പറും പിന്നെ ബ്ലാക്ക് കളറും മാത്രം വെച്ചിട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു വോൾ ഡെക്കറിൻ്റെ ഐഡിയ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഈ ഒരു ട്രീ വരയ്ക്കാൻ പറ്റും. വളരെ സിമ്പിളല്ലേ, അതിങ്ങനെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ എത്ര വരയ്ക്കാൻ അറിയാത്തവർക്കും വരയ്ക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഏറ്റവും ഈസി ആയിട്ടുള്ള ഈ ഒരു വോൾ ഡെക്കർ എല്ലാവരും എന്തായാലും ഉണ്ടാക്കണം കേട്ടോ. പിന്നെ വേണമെങ്കിൽ കൂടുതൽ ഡെക്കറേഷൻസൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ സിമ്പിളായിട്ട് ചെയ്തിട്ട് ഇവിടെ നിർത്തുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ന്യൂസ് പേപ്പർ വെച്ചിട്ട് അധികം ക്രാഫ്റ്റ് ഐറ്റംസ് ഒന്നും കയ്യിലില്ലാത്തവർക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐഡിയ ആണിത്. അപ്പോൾ എല്ലാവരും ഇതിനൊരു ലൈക്ക് തരിക. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യണം കേട്ടോ. പിന്നെ പ്രാർത്ഥനാസ് വേൾഡിൽ ഞാൻ നല്ലൊരു കുക്കിംഗ് റെസിപ്പി ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് അതും കൂടെ ഒന്ന് കണ്ടു നോക്കണേ, എന്നിട്ട് അഭിപ്രായം പറയണം കേട്ടോ. അപ്പോൾ ഇനി നാളെ വരാം കൃത്യം 5:30 മറ്റൊരു നല്ല വീഡിയോ ആയിട്ട്. എല്ലാവർക്കും നന്ദി. താങ്ക്